ഗൈസ് വെൽക്കം ബാക്ക് ടു +916. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഹിത എന്ന് പറയുന്നൊരു കുട്ടി കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇതാണ് കളർ കോഡ് കേട്ടോ. 3 എണ്ണം ഉണ്ടായിരുന്നു, 2 എണ്ണം മോൾ അടിച്ചുകൊണ്ട് ഇനി 1 എണ്ണം ഉണ്ട്. പിന്നെ ഈ വീഡിയോയിൽ ഞാൻ 2 കാര്യങ്ങൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതിൽ ഒന്ന് ആദ്യത്തെ പാർട്ട് 2-3 മിനിറ്റ്സ് പറയുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെട്ട് പറയുന്നതല്ല, നിവർത്തികേട് കൊണ്ട് പറയുന്നതാണ്, പറയിപ്പിക്കുന്നതാണ്. അടുത്തത് ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളാണ്. സോ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ പറയുന്ന ഇന്നലെ ഞാൻ 2-3 വീഡിയോസ് ജിനൂസിനെതിരെ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് റെക്കോർഡ് വീരന്മാരെ വെളുപ്പിക്കുന്നത് എനിക്ക് താല്പര്യമില്ല. അപ്പോൾ എന്നിട്ട് ഇയാൾക്ക് പൊതുവേ ഒരു പുച്ഛമുണ്ട് ചെറിയ ചാനലുകളെ കാണുമ്പോൾ. അതൊക്കെ കൊണ്ടിട്ടാണ് ഞാൻ അയാൾക്കെതിരെ വീഡിയോ ചെയ്തത്. അല്ലാതെ പേഴ്സണലി എനിക്കൊരു വിരോധവും അയാളോടില്ല. അപ്പോൾ കാര്യങ്ങളെ അങ്ങേര് പറഞ്ഞ കാര്യങ്ങളെ ഞാൻ ഹെൽത്തി ആയിട്ട് വിമർശിച്ചു. പിന്നെ അങ്ങേരെ ഞാൻ തെറി വിളിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അപ്പോഴാണ് ഈ സെൽമ എന്ന് പറയുന്ന ആൾ വന്നിട്ട് ടോക്സിക് ചാനൽ, ബിക്കോസ് എനിക്കറിയാം ഈ സെൽമ ജിനൂസിൻ്റെയും തനുവിൻ്റെയും സപ്പോർട്ടറാണെന്ന്. ടോക്സിക് ചാനൽ കേട്ടോ. ഞാൻ എന്ത് ടോക്സിസിറ്റിയാണ് ചെയ്തത്? എന്തെങ്കിലും പറയാത്ത കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സെൽമയ്ക്കെതിരെ. പിന്നെ ടോക്സിസിറ്റി എന്ന് പറഞ്ഞു, പിന്നെ കുറേ കാര്യങ്ങൾ സെൽമ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. സെൽമയുടെ കമൻറ്റൊക്കെ അവിടെ കാണും. അങ്ങനെയാണ് ഞാൻ സെൽമയ്ക്കെതിരെ വീഡിയോ ചെയ്യുന്നതും. നിങ്ങൾ ആരാണ്, എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ വന്ന് പറയുന്നത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ അവിടെ മെൻഷൻ ചെയ്തപ്പോൾ എനിക്ക് ഇതിൽ ആ അമ്മയും കുഞ്ഞിനെയും വലിച്ചിടേണ്ടി വന്നതും. അപ്പോൾ അതിനുശേഷം ഞാൻ ഒതുങ്ങിപ്പോവാന്ന് വെച്ചാലും പിന്നീട് ഷന എന്ന് പറയുന്ന ഒരാൾ വന്ന് ഈ അമ്മയുടെയും കുഞ്ഞിൻ്റെയും കാര്യത്തിൽ ഞാൻ ആ ഗ്രൂപ്പിൽ വഴക്കുണ്ടാക്കിയത് എനിക്കറിയാവുന്ന ഒരാളിൽ നിന്നും അവർ കാശ് കടം വാങ്ങി എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പച്ചക്കള്ളമാണ്. ഞാൻ തുടക്കം തന്നെ, എനിക്കവിടെ അവരുണ്ടെന്ന് പോലും എനിക്കറിയില്ല. അപ്പം ഞാൻ തുടക്കം തന്നെ അവിടെ പറഞ്ഞത് ആ കുഞ്ഞിനെ കണ്ടന്റ് ആക്കുന്നത് എനിക്ക് താല്പര്യമില്ലെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ പേരിൽ തുടങ്ങിയ വഴക്കിലാണ് പിന്നീട് വിവി എന്നോട് വിളിക്കുകയും ഇവർ പണം കടം വാങ്ങിച്ചിട്ടുള്ള കാര്യമൊന്നും എനിക്കറിയില്ല, വിവി എന്നോട് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ പറയുന്നതും. പക്ഷെ അത് വിവി പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞില്ല, എന്നോട് ഒരാൾ പറഞ്ഞു എന്ന് പറഞ്ഞു. എനിക്കറിയുന്ന ആളിൽ നിന്നെന്ന് ഞാൻ പറഞ്ഞില്ല, എനിക്കറിയുന്ന ഒരാൾ പറഞ്ഞു എന്ന് പറഞ്ഞു. ഇതാണ് അവിടെ നടന്നിട്ടുള്ളത് കേട്ടോ. സോ പിന്നീട് ഈ ഷന പറഞ്ഞത് ഞാൻ ഭയന്ന് ലെഫ്റ്റ് അടിച്ച് പോയി എന്നാണ്. നോ, നെവർ. ഞാൻ ലെഫ്റ്റ് അടിച്ചില്ല. ഈ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ജിനൂസ് എൻ്റെ ഇൻബോക്സിൽ വന്നിട്ട് സനു ലെഫ്റ്റ് അടിക്കുക അല്ലെങ്കിൽ അവർ റിമൂവ് ആക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എടാ അവിടെ ഗ്രൂപ്പ് അറ്റാക്കാണ് എനിക്കെതിരെ നടക്കുന്നത്. ഈ ഗ്രൂപ്പ് അറ്റാക്ക് മുഴുവൻ പേരും ഒരുമിച്ച് നിൽക്കുമ്പോൾ അവർ 60 പേരിൽ കൂടുതൽ എനിക്കെതിരെ നിൽക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. അപ്പോൾ എന്നെ താങ്ങാൻ കഴിയാതെ എന്നെ റിമൂവ് ആക്കുന്നെങ്കിൽ റിമൂവ് ആക്കട്ടെ, ഐ ഡോണ്ട് കെയർ അറ്റ് ഓൾ എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ലെഫ്റ്റ് അടിക്കില്ല, ലെഫ്റ്റ് അടിച്ചാൽ ഞാൻ ഒളിച്ചോടുന്ന ഭീരുവായി പോകും എന്ന് പറഞ്ഞു. സോ ഇതാണ് അവിടെ സംഭവിച്ചത്. സോ എന്നെ റിമൂവാണ് ആക്കിയത്. അപ്പോൾ റിമൂവ് ആക്കിയതിന് ശേഷം ഇതിൻ്റെ എവിഡൻസ് എനിക്ക് കിട്ടിയ സമയത്ത് പിന്നെ ഈ ഷാനു പറഞ്ഞു ഞാൻ തെളിവിട്ട് കൊടുത്തില്ല എന്ന്. തെളിവ് ഗ്രൂപ്പിലിട്ടില്ലായിരുന്നു. സത്യമാണ്, ഗ്രൂപ്പിലിട്ടില്ല. എനിക്ക് ഓർമ്മ പിശകാണ്. ഞാൻ ജംഷീറിനും ജിനൂസിനും ഇട്ടുകൊടുത്തു. അവരത് മുക്കിയെന്ന് മനസ്സിലായപ്പോഴാണ് ഞാൻ ആ തെളിവ് എൻ്റെ അപ്പോഴത്തെ ++ എന്ന് പറയുന്ന ചാനലിൽ ഷോർട്സ് ആയിട്ട് ഇട്ടത്. ഇത്രയും സംഭവിച്ചിട്ടുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ആ വിഷയം വിടുകയും ചെയ്തു. ഇവരെനിക്കെതിരെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കൊണ്ടേ കൊടുക്ക്, നീയൊക്കെ എന്നെ ഇവരും ഇതിനിടയിൽ ഈ പറയുന്ന കുഞ്ഞിൻ്റെ അമ്മയും മുംതാസ് എന്ന് പറയുന്നവളും കൂടി എനിക്ക് കോൺഫറൻസ് കോൾ വിളിക്കുകയും എന്നെ തെറി വിളിക്കുകയും ചെയ്തു. അപ്പോഴാണ് അതിൻ്റെയും കൂടി വാശി കയറിയാണ് ഞാൻ ഈ വോയിസ് റെക്കോർഡല്ല, ഈ ഒരു പൈസ മേടിച്ചതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് ഞാൻ കൊണ്ടിട്ടത്. അതിൽ പൈസ ഇവർ 13,500 മേടിച്ചിട്ടുമുണ്ട്, 7,000 രൂപയോളം ഇവർ തിരിച്ചു കൊടുത്തിട്ടുമുണ്ട് കേട്ടോ. അതെല്ലാം കാണിച്ചിട്ടാണ് ഇവർ തിരിച്ചു കൊടുത്ത പൈസ മറച്ചിട്ടല്ല ഞാൻ ഇട്ടിട്ടുള്ളത്. സോ വാങ്ങിച്ചിട്ടില്ല എന്ന് ഇവർ പറഞ്ഞു, ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെന്ന് വാദിച്ചു, തെളിവ് കൊടുത്തു, അത്രമാത്രം കേട്ടോ. അപ്പോൾ സോ അതവിടെ ക്ലോസ് ചെയ്തു. പിന്നെ ഇന്ന് സുജാത എന്ന് പറയുന്ന ഒരു ആൾ വന്നിട്ട്, അത് ഇവരുടെ ഗ്രൂപ്പിലുള്ള ആളാണ്, എനിക്കറിയാം, തനുവിൻ്റെ ഗ്രൂപ്പിലുള്ള ആളാണ്. മര്യാദയ്ക്ക് ഇരിക്കാൻ പറ. വെറുതെ തനു എന്തിനാണ് വാങ്ങി പിടിക്കുന്നത്? എനിക്ക് നിങ്ങളെ ഉപദ്രവിക്കണമെന്ന് യാതൊരു താല്പര്യമില്ല. എനിക്ക് അവിഹിതം തെറുത്താത്ത ഉണ്ടാക്കി തന്നു എന്നാണ് ഇവള് പറയുന്നത്. ഇവളുടെ തള്ളയ്ക്ക് അവിഹിതം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നോക്കാൻ പറ. അത് എൻ്റെ വിഷയമല്ല. ഓക്കെ. സോ ദയവ് ചെയ്ത് ഞാൻ ജിനൂസിനെ വിമർശിക്കുന്നെങ്കിൽ അത് ജിനൂസിൻ്റെ ആൾക്കാർ വന്ന് കമൻ്റ് ഇടുന്നെങ്കിൽ എന്തോ ആയിക്കോട്ടെ. പക്ഷേ ഇതിൽ തനുജയെ വലിച്ചിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പ്ലീസ് വെറുതെ അനാവശ്യ കാര്യങ്ങൾ ഇവിടെ പറയരുത്. ഇനി ഇതാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. ഇനി അടുത്ത കാര്യത്തിലേക്ക് പോകാം. അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഒരുപാട് പേര് ജാസ്മിനെതിരെ ഇപ്പോൾ സംസാരിക്കുന്നുണ്ട്. എനിക്ക് ജാസ്മിനെ വിളിപ്പിക്കേണ്ട ഒരു കാര്യമില്ല. ജാസ്മിൻ ബിഗ് ബോസിനകത്ത് കാണിച്ചു കൂട്ടിയത് തെറ്റാണ്, ഞാൻ അംഗീകരിക്കുന്നു. അതുപോലെ ഈ പറയുന്ന ഷഫീന ചേച്ചിയുടെ ചാനൽ അടിച്ചു കളയാൻ കൊട്ടേഷൻ കൊടുത്തതും തെറ്റാണ്. പക്ഷെ ഇപ്പോൾ കൊട്ടേഷൻ കൊടുത്ത അവളെ മാത്രം കുറ്റക്കാരിയാക്കിക്കൊണ്ട് അവൾക്കെതിരെയും കാദർ കരിപ്പൊടിയെ പോലും മെൻഷൻ ചെയ്യുന്നില്ല, അവളെ മാത്രം എടുത്തിട്ട് അലക്കിക്കൊണ്ടിരിക്കുന്നത് എന്ത് ന്യായമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ എന്നെ ജാസ്മിൻ്റെ എന്താണ് PR ആണെന്നോ എന്ത് പുണ്ണാക്കോ പറയാൻ കേരട്ടോ. പക്ഷെ ഞാൻ നിങ്ങൾ കാണിക്കുന്നതാണ് ഞാൻ ചോദിക്കുന്നത്. ജാസ്മിനെ മാത്രം എടുത്തിട്ട് അലക്കുന്നു, ജാസ്മിനെ മാത്രം മോശപ്പെട്ടവളാക്കുന്നു, ജാസ്മിൻ മാത്രം കൊട്ടേഷൻ കൊടുത്തതുപോലെ നിങ്ങൾ 2 പേരും ചെയ്തുകൊണ്ട് എന്നിട്ട് ഇപ്പോൾ കൊട്ടേഷൻ കൊടുത്ത് പണം വാങ്ങി തിന്ന് അത് അടിച്ചു കളഞ്ഞവൻ യോഗ്യനായി.
എൻ്റെ പ്രൊഫഷനായി. എന്തുകൂടെ ഒരാളെ ദ്രോഹിക്കുന്നത് പ്രൊഫഷനോ? അപ്പം പണം വാങ്ങിച്ചിട്ട് ഒരാളെ കൊല്ലാൻ പറഞ്ഞ ഇവൻ കൊല്ലൂ? അപ്പോഴും നിങ്ങൾ ഇവരെ ന്യായീകരിക്കൂ? അപ്പോൾ പണം കൊടുത്തവനെ മാത്രം കുറ്റപ്പെടുത്തുകയും കുറ്റം ചെയ്തവനെ നിങ്ങൾ വെറുതെ വിടൂ? ഇപ്പം കളിക്കവളിയിൽ നടന്നൊരു സംഭവം, പണം വാങ്ങിയാണ് അവൻ കൊട്ടേഷൻ ഏറ്റെടുത്തെന്ന് പറയുന്നു. എന്തുകൊണ്ട് പോലീസ് അവനെ വെറുതെ വിടുന്നില്ല? പണം വാങ്ങിയല്ലേ ചെയ്തത്? വെറുതെ വിടുന്നില്ല. നിങ്ങൾ പറയുന്നതിൽ ന്യായം വേണ്ടേ? രണ്ടുപേരെയും ഒരുപോലെ കുറ്റപ്പെടുത്തുക, നമുക്ക് അംഗീകരിക്കാം. ഇത് വിവി എന്തോ പുണ്യത്തരം ചെയ്തതുപോലെ വിവി വന്ന് സത്യം വിളിച്ച് പറഞ്ഞത് കൊണ്ട് മാത്രം ജാസ്മിൻ കൊട്ടേഷൻ കൊടുത്തിട്ടാണ്. വിവിയുടെ ഉദ്ദേശം എന്താണ്? ജാസ്മിൻ കൊട്ടേഷൻ കൊടുത്തു എന്ന് ഷഫീന ചേച്ചിയോട് പറഞ്ഞ് അവരെ കൊണ്ട് ജാസ്മിനെ ഡീഗ്രേഡ് ചെയ്യിക്കുക. ദാറ്റ്സ് ഓൾ. അത് നടന്നു. കാരണം വിവിക്ക് നന്നായിട്ട് അറിയാം ഷഫീന ചേച്ചിക്ക് ഉറപ്പായിട്ടും ജാസ്മിനോട് പ്രശ്നമുണ്ടെന്ന്. ഉണ്ട്, അത് എത്ര ഇല്ലെന്ന് പറഞ്ഞാലും ഉണ്ട്. അതിനിപ്പോൾ ഷഫീന ചേച്ചി ഇല്ലെന്ന് പറഞ്ഞാലും ഞാൻ പറയും ഉണ്ടെന്ന്. നമ്മൾ കണ്ടതാണ് സോഷ്യൽ മീഡിയയിൽ, അത് ഉണ്ടെന്ന്. അപ്പോൾ അത് വിവിയുടെ ഉദ്ദേശം നല്ലതായിരുന്നില്ല. ഷഫീന ചേച്ചിയെ അടുത്ത് നല്ലത് സത്യം പറഞ്ഞ് പുണ്യാളനാകാനായിരുന്നില്ല, മറിച്ച് ജാസ്മിന് ഡീഗ്രേഡ് വാങ്ങിക്കൊടുക്കുക. അത് തന്നെയാണ് വിവിയുടെ ഉദ്ദേശം. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാരെടുത്ത് വെച്ച് അങ്ങ് ജാസ്മിനെ അയ്യോ അവൾ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു. ഇവിടെ സോഷ്യൽ മീഡിയയിൽ ബിഗ് ബോസിൽ അവൾ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളെ വിമർശിച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. അതിന് ഇനിയിപ്പോൾ അവൾ എന്ത് ന്യായമായിട്ട് വന്നാലും നഖം വെട്ടി കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ കാല് കടിച്ചു, ഇതൊക്കെ ഒരു ന്യായമേ അല്ല. കൈ കൊണ്ട് ഞാൻ വലിച്ചു പറിച്ചു വന്നില്ല, കാല് കടിച്ചു മൂക്കളെ ചായ കൊടുത്തു, ഇതിലൊന്നും. പിന്നെ ആ ഒരു അലർജിയുടെ കാര്യം പറയുന്നത് നമുക്ക് അംഗീകരിക്കാം. അത് എനിക്കും ഇടയ്ക്കിടയ്ക്ക് ആ ഒരു അലർജി വരുന്നതാണ്. ഇപ്പോൾ മൂക്ക് ചൊറിഞ്ഞ് ഞാൻ പെടുന്ന അവസ്ഥ എനിക്കറിയാം, അതുകൊണ്ട് നമുക്ക് അംഗീകരിക്കാം. പക്ഷെ ബാക്കി ഈ കെട്ടിപ്പിടിയോ ഒപ്പോ അവരുടെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നത് ഒന്നും ഞാൻ അംഗീകരിക്കില്ല. ബിക്കോസ് അവിടെ മാക്സിമം ജാസ്മിൻ്റെ കണ്ടന്റാണ് വന്നിട്ടുള്ളത്. അതിൽ ഈ കെട്ടിപ്പിടി ഉമ്മ മാത്രമല്ല, ജാസ്മിൻ ജിൻഡോയെ തെറിവിളിക്കുന്നതും അടിക്കുന്നതും പല കാര്യങ്ങളും വന്നിട്ടുണ്ട്. സോ അതെല്ലാം നമുക്ക് അത് ഷോയോടുകൂടി കഴിഞ്ഞു. പക്ഷെ ഇപ്പം അവർ കൊട്ടേഷൻ കൊടുത്തു എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. കൊട്ടേഷൻ കൊടുത്തത് തെറ്റാണ്. പക്ഷെ അതിൽ കൊട്ടേഷൻ കൊടുത്ത് ആ പണം വാങ്ങി തിന്ന് അടിച്ചു കളഞ്ഞവൻ യോഗ്യൻ എന്ന് പറയുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അത് തെറ്റാണ് നിങ്ങൾ ചെയ്യുന്നത്. ചെയ്ത എല്ലാവരെയും ഒരുമിച്ച് ഡീഗ്രേഡ് ചെയ്യും. ജാസ്മിൻ്റെ പേര് മാത്രം വെച്ചങ്ങ് ചെയ്യുന്നു. എന്തിന്? അവൾ പറഞ്ഞത് സത്യമായിരിക്കാം. അവൾക്ക് ഇതുപോലെ വന്നിരുന്ന് തെറി വിളിക്കാൻ കഴിയാഞ്ഞിട്ടായിരിക്കാം അവൾ കൊട്ടേഷൻ കൊടുത്തത്. അത് ശരിയായിരിക്കാം. പിന്നെ ഇപ്പം കുറേ പേര് മറ്റേ ജിനൂസിനെ വിളിപ്പിച്ച് വരുന്നുണ്ട്. എന്തോന്നാണ്, അയ്യോ ജിനൂസ് പറഞ്ഞു ചാനൽ അടിച്ച് കളയണ്ടെന്ന്. ജിനൂസ് പറഞ്ഞു ചാനൽ. സത്യമാണ്, ജിനൂസ് അത് പറയാറുണ്ട്, എന്നോടും പറഞ്ഞിട്ടുണ്ട്. ഒരാളുടെ ചാനൽ അടിച്ച് കളയുന്നതിൽ എനിക്ക് യോജിപ്പില്ല. പക്ഷെ തെർത്താത്തയുടെ കാര്യത്തിൽ വേറൊരു കാര്യമാണ് പറഞ്ഞത്. ഇവള് പൊതുവേ എനിക്ക് ഒരാളുടെ കാര്യങ്ങൾ തെർത്താത്തത് ഞാൻ പറഞ്ഞല്ല, ആ വ്യക്തി പറഞ്ഞതാണ്. തെർത്താത്തയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. പൊതുവേ ഒരാളുടെ ചാനലും അടിച്ചു കളയുന്നതിൽ എനിക്ക് താല്പര്യമില്ല. പക്ഷെ ഇവളെ പൂട്ടണം, പൈസ കൊടുത്തിട്ടില്ല, സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നൊക്കെ ഇവർ പുറത്ത് പറയുന്നെങ്കിൽ എന്നോട് പറയുന്നത് ഇവളെ പൂട്ടണം, ഇവൾ കണ്ട അപരാധം പറയുന്നവളാണ്, സോഷ്യൽ മീഡിയയിൽ ഇവൾ വേണ്ട എന്ന് പറഞ്ഞതാണെന്ന് എനിക്കറിയാം. നിങ്ങൾ എത്ര ഇല്ലെന്ന് പറഞ്ഞാലും നിങ്ങളുടെ മനസ്സാക്ഷിയോട് ചോദിച്ചാൽ മതി. സോ അതുകൊണ്ടിപ്പോൾ ജിനൂസിനെയും വിവിയെയും ഒരുമിച്ച് വെളുപ്പിക്കുന്നത് ആരാണെങ്കിലും അവരോടൊക്കെ എനിക്ക് പുച്ഛം മാത്രമാണ്. കാരണം നിങ്ങളെല്ലാം വെളുപ്പിക്കാൻ ഒറ്റ കാരണമേ ഉള്ളൂ. ജാസ്മിൻ്റെ തലയിലെല്ലാം കെട്ടിവെച്ച്, ജാസ്മിൻ്റെ ഈ പറയുന്ന സായിയുടെ തലയിലെല്ലാം കെട്ടിവെച്ച് നിങ്ങൾ വെളുപ്പിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഉദ്ദേശം ഒന്നേ ഉള്ളൂ. നിങ്ങളെല്ലാവരും വോയിസ് റെക്കോർഡ് ചെയ്യുന്നവരാണ്. സിമ്പിൾ. നിങ്ങളെല്ലാവരും വോയിസ് റെക്കോർഡ് ചെയ്യുന്നവരും നിങ്ങളെല്ലാവരും വോയിസ് റെക്കോർഡുകൾ വിറ്റ് ചാനൽ വളർത്തിയവരുമാണ്. അതുകൊണ്ട് മാത്രം. സോ ഇതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഇവിടെ വന്ന് ഞാൻ തെർത്താത്തയുടെ സപ്പോർട്ടാണോ ഇവരുടെ സപ്പോർട്ടാണോ ഈ കമൻറ്റുകൾ വേണ്ട. ഞാൻ ആരുടെയും സപ്പോർട്ടല്ല. ഈ വിഷയത്തിൽ ഞാൻ ഷഫീന ചേച്ചിയോട് ഞാൻ യോജിക്കത്തില്ല. ഇനിയിപ്പോൾ ഷഫീന ചേച്ചി എന്നെ തെറി വിളിച്ചാലും എനിക്കൊരു ചുക്കുമില്ല. ഞാൻ യോജിക്കത്തില്ല. കാരണം ജാസ്മിനെ മാത്രം ഇരുന്ന് പറയുന്നത് ശരിയുള്ളൊരു പ്രവണതയല്ല. കുറ്റം ചെയ്യാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കുറ്റം ചെയ്തവനും തെറ്റുകാരനാണ്. അവനെയും പറയണം. അവനെ ജസ്റ്റ് ഒരു 2 വാക്ക് പറഞ്ഞിട്ട് അവളെ മാത്രം കിടന്ന് എത്ര ദിവസം കൊണ്ട് അവളെ വിറ്റ് കണ്ടന്റ് ആക്കുന്നു. അവളുടെ ജീവിതമായിട്ട് അവൾ പോട്ടെ. നമ്മളെല്ലാവരും പെർഫെക്റ്റ്, നമ്മളെല്ലാവരും യോഗ്യരുമാണ്. ഈ പറയുന്ന ഞാൻ 2 കെട്ടിയതാ, ഞാൻ എങ്ങനെ മറ്റൊരാളെ കുറ്റം പറയും? നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാം പെർഫെക്റ്റ് ആയിരുന്നോ? നമ്മുടെ ജീവിതത്തിൽ ഒരു പെണ്ണിൽ മാത്രം ജീവിക്കുന്നതാണോ ഈ പറയുന്ന ജാസ്മിനെ കുറ്റം പറയുന്ന എല്ലാവരും ഒരു പെണ്ണിൽ ജീവിക്കുന്നതാണോ അല്ലെങ്കിൽ ഒരു ആണിൽ മാത്രം ജീവിക്കുന്ന പെണ്ണോ ആണെന്ന് നിങ്ങളുടെയൊക്കെ നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റുമോ? ഇതിനേക്കാൾ എത്രയോ ഇഷ്യൂസ് അതാ സരിത ഷെഫീഖ് എന്ന് പറയുന്നത്. കാമുകനെ വിശ്വസിച്ച് മറ്റേ അക്കൗണ്ട് എല്ലാം കൊടുത്തത് 73 ലക്ഷത്തിന്റെ കടബാധ്യതയേറി ക്രിമിനൽ കേസുമായിട്ട് നടക്കുന്നു. അവരെക്കുറിച്ച് ആർക്ക് സംസാരിക്കണ്ടേടി? ശരിയാണ്, ജാസ്മിൻ ചെയ്തത് തെറ്റാണ്. പക്ഷെ അതിന് അവളെ മാത്രം നിങ്ങൾ പേഴ്സണലി അറ്റാക്ക് ചെയ്യുന്നെങ്കിൽ ജസ്റ്റ് സിമ്പിൾ.
നിങ്ങൾക്ക് മറ്റുള്ളവരെ രക്ഷിക്കണം. കാരണം നിങ്ങളും അവരെ പോലെ റെക്കോർഡ് ചെയ്യുന്നവരാണ്. ഇത്രമാത്രം. ഇനി ഇതിൻ്റെ പേരിൽ എല്ലാ യൂട്യൂബേഴ്സും ഒത്തു വന്ന് എന്നെ തെറി വിളിച്ചാലും ഐ ഡോണ്ട് കെയർ. എനിക്ക് പറയേണ്ടത് ഞാൻ പറയും. ഇപ്പോൾ ജാസ്മിനെ, റോബിനെ, സായിയെ ഒറ്റപ്പെടുത്തുക, അവരെ ഒരു ഗ്രൂപ്പാക്കുക, അവരൊന്ന് സംസാരിച്ചു പോയി, അതുകൊണ്ടൊരു ഗ്രൂപ്പാക്കുക. ഇതാണ് നിങ്ങളുടെ അജണ്ട. എന്നിട്ട് നിങ്ങളെല്ലാം ഒന്ന് ചേർന്ന് മാന്യന്മാരാവുക. റെക്കോർഡ് വീരനും വീരികളും മാന്യന്മാരാകുക. അത്രയേ ഉള്ളൂ. അപ്പം എന്തായാലും ഈ പറയുന്ന ജാസ്മിനും കുറഞ്ഞ ആളൊന്നുമില്ല. ജാസ്മിനും വോയിസ് റെക്കോർഡൊക്കെ വിട്ടിട്ടുള്ള ആളാണ്, ഷഫീനേച്ചിയുടെ. സോ എല്ലാവരും അതുകൊണ്ട് ദയവേത് ഇതിനകത്ത് ഞാൻ തെറുത്താത്തയുടെ ആളാണ്, ഞാൻ ഇവളുടെ ആളാണ്, ഞാൻ അവരുടെ ആളാണ്, ഞാൻ ആരുടെ ആളല്ല, ഞാൻ എല്ലാവരെയും വിമർശിക്കും. നിങ്ങളെല്ലാവരും കൂടെ എന്നെ ഉടലോടെ എടുത്ത് സ്വർഗത്തിൽ കയറ്റിയാൽ എനിക്ക് ഇതാണ്. അപ്പോൾ പോയിട്ട് വരട്ടെ ഗൈസ്, അടുത്ത വീഡിയോയിൽ കാണാം.